ഇന്നത്തെ ഇസ്രായേൽ സീരീസ് ഓഫ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 4ാമത്തെ പാർട്ടാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ 1967 യുദ്ധം തുടങ്ങാനുണ്ടായ ആ ഒരു സാഹചര്യം, അതിനു മുമ്പ് ഇസ്രായേൽ ഒരു സ്റ്റേറ്റായിട്ട് ഫോം ചെയ്ത് 1948 അത് കഴിഞ്ഞിട്ടൊരു നീണ്ട യുദ്ധം, 1.5 വർഷത്തെ യുദ്ധത്തിന് ശേഷം 1949 കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും പുറത്തോട്ട് പോയ അറബികൾ അവരെല്ലാം തന്നെ വെസ്റ്റ് ബാങ്കിലൊരു സൈഡിലും അതേപോലെ വിവിധ അറബ് രാജ്യങ്ങളിലും ഗാസയിലൊക്കെ ആയിട്ട് സെറ്റിലാവുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ 1950 കഴിഞ്ഞിട്ട് ശരിക്കും വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇസ്രായേലിനെതിരെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് പതിയെ മുന്നോട്ട് നീങ്ങി 1967 യുദ്ധത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഗതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സൂയസ് ക്രൈസിസ്. സൂയസ് കനാലുണ്ടല്ലോ, സൂയസ് കനാൽ എന്ന് പറയുന്നത് ഒരു മാൻ മെയ്ഡ് കനാലാണ്. ഈ സൂയസ് കനാൽ 1869 ഈ സൂയസ് കനാൽ പണിയുന്നത്. ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഇത് ഓൺ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും കൂടി ചേർന്നിട്ടാണ് ഇതിന് ഫണ്ട് ഒഴുക്കി ഇത് പണിതത്. അതേസമയം ബ്രിട്ടൻ്റെ ഗാരിസൺസ്, ബ്രിട്ടൻ്റെ പട്ടാളം, ആ പട്ടാളം സൂയസ് കനാലിൻ്റെ ഒരു ഭാഗത്ത് ഈജിപ്തിൻ്റെ ഒരു കോർണറിൽ എഡ്ജിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് 1948 മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇസ്രായേൽ, പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യങ്ങളെയൊക്കെ വേർതിരിച്ച് സ്വാതന്ത്ര്യം നൽകി ഇവിടുന്ന് മടങ്ങിയിട്ടും സൂയസ് കനാലിൻ്റെ നിയന്ത്രണം അവർ തുടർന്നിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും തുടർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി സൂയസ് കനാൽ മാൻമെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ടോള് ഫീസ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ന്യായമായിട്ട്. കാരണം പ്രൈവറ്റ് കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് ഫണ്ട് മുടക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. സോ അവർ ടോള് പിരിക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. പക്ഷേ നേരെ ഇപ്പുറത്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അതൊരു നാച്ചുറൽ സ്ട്രെയിറ്റ് ആണ്. അവിടെ പണപ്പിരിവ് നടത്താനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ പണപ്പിരിവ് നടത്തരുത്, ടോള് മാത്രമല്ല ഒരു സർവീസ് ചാർജ് പോലും അവിടെ ഈടാക്കുന്നത് കുറ്റകരമാണ്. കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്. അവിടെ ഇറാൻ്റെ ആവശ്യമില്ല, ഇറാൻ്റെ സെക്യൂരിറ്റി ആവശ്യമില്ല. അവർ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ തന്നെ അത് സെക്യൂരിറ്റിയാണ്. നേരെ മറിച്ച് നിങ്ങൾ സൂയസ് കനാൽ നോക്കൂ, 200 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. അതൊരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് അത് പണിതെടുത്തത്. 10 ലക്ഷം തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയിരുന്നത്. 10 ലക്ഷം. 1952 ഈജിപ്റ്റ് റിപ്പബ്ലിക് ആവുന്നത്. എന്താണ് റിപ്പബ്ലിക് ആവാനുള്ള കാരണം? 1949 ഇസ്രായേൽ ആമിസ്റ്റീസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഈ എഗ്രിമെൻറ്റ് ശരിക്കും ഗാസയെ ഈജിപ്റ്റ് കൺട്രോൾ ചെയ്യും, വെസ്റ്റ് ബാങ്കിനെ ജോർദാൻ കൺട്രോൾ ചെയ്യും. ഇതാണ് ആ എഗ്രിമെൻറ്റ്. അപ്പോൾ അങ്ങനെ ആ എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ 1952 ഈജിപ്തിൽ ഒരു റെവല്യൂഷൻ നടക്കുകയാണ്. ഈജിപ്റ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതുവരെ അവിടെ ഉണ്ടായിരുന്നത് കിങ് ഫാറൂഖിൻ്റെ കിങ്ഡമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് രാജാവായിരുന്നു ഫാറൂഖിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. ഈ ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെൻറ്റ് മുന്നിട്ട് നിന്ന് നയിക്കുന്ന ആരാണ്? ജമാൽ അബ്ദുൽ നാസർ. ഇതിനു മുമ്പ് കമാൽ എന്നാണ് ഇയാളുടെ പേര് ഉച്ചരിച്ചിരുന്നത്. പക്ഷേ അയാളുടെ പേര് ജിയിലാണ് തുടങ്ങുന്നെങ്കിലും അറബിക്കിൽ ഇങ്ങനെ ചില അക്ഷരങ്ങൾക്ക് ഡിക്ഷണൽ പെർഫെക്ഷൻ ഇല്ലാത്ത അക്ഷരങ്ങൾ ഒരുപാടുണ്ട്. ചില അക്ഷരങ്ങൾക്കൊക്കെ ലിപിയില്ല. അപ്പം അങ്ങനെ ജമാൽ അബ്ദുൽ നാസർ എന്നാണ് അയാളുടെ പേര്, ഗമാൽ അല്ല. അബ്ദുൽ നാസർ 1952 ഈജിപ്ഷ്യൻ രാജഭരണകൂടത്തിനെ അട്ടിമറിച്ച് അവിടെ ഒരു പട്ടാള ഭരണം കൊണ്ടുവരികയാണ്. അബ്ദുൽ നാസർ വൈസ് പ്രസിഡന്റ് പൊസിഷനാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ ജനറലായിട്ട്, ആർമി ജനറലായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ജനറലിനെയാണ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചിരുന്നത്. കംപ്ലീറ്റ് കൺട്രോളും അബ്ദുൽ നാസറിൻ്റെ കീഴിൽ തന്നെയാണ്. അബ്ദുൽ നാസർ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഈജിപ്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ 1955 ഈജിപ്റ്റ് സോവിയറ്റ് റഷ്യ അങ്ങനെ ചെക്കോസ്ലോവാക്യയിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. വെപ്പൺസാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം തന്നെ, യുദ്ധോപകരണങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഇവിടെയാണ് റഷ്യ ആദ്യമായിട്ട് ഇസ്രായേലിൽ നിന്നും ഡീവിയേറ്റ് ആകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അവരുടെ ആയുധങ്ങൾ, ആദ്യം ഇസ്രായേൽ വാങ്ങിച്ച 4 ഫൈറ്റർ ജെറ്റുകൾ ചെക്കോസ്ലോവാക്യയിൽ നിന്നും വാങ്ങിച്ചിരുന്നത് ഇസ്രായേലായിരുന്നു. 4 എയർക്രാഫ്റ്റുകളാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന് മെജോറിറ്റി പർച്ചേസ് പോയിരിക്കുന്നത് അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ ഈ കോൾഡ് വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ റഷ്യയും അമേരിക്കയും
എതിർചേരികളിൽ നിലകൊള്ളാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇൻവോൾവ്മെൻ്റ് ആകുന്ന പല രാജ്യങ്ങളിലും റഷ്യ ഇടപെടാറില്ല. അതുകൊണ്ട് റഷ്യ അതിൻ്റെ എതിർചേരിയിൽ നിലകൊള്ളാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് റഷ്യയ്ക്കും ഈജിപ്തും തമ്മിലുള്ള ഈ ഒരു ഡീൽ വലിയ ഡീലായിരുന്നു. അപ്പോൾ എന്തായാലും റഷ്യ അങ്ങോട്ട് പിച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ റഷ്യ അങ്ങോട്ട് ആയുധങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്ലോലി എതിരാളികൾക്ക് ആയുധം കൊടുത്ത സ്ഥിതിക്ക് ഇനി വീണ്ടും റഷ്യ എടുത്ത് പോകണ്ട എന്നുള്ള തീരുമാനം ഇസ്രായേൽ എടുക്കുകയാണ് ചെയ്തത്. ചെക്കോസ്ലോവാക്യയിൽ നിന്നും ഈജിപ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിച്ച ഉടനെ തന്നെ അത് ഇസ്രായേലിനെയും ഫ്രാൻസിനെയും UK-യെയും ഇച്ചിരി ചൊടിപ്പിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂയസ് കനാൽ ബ്രിട്ടൻ്റെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. ബ്രിട്ടനും ഫ്രാൻസുമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ അബ്ദുൽ നാസർ ഈജിപ്തിൽ നിന്നും പലതവണ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂയസ് കനാലിനുള്ള ബ്രിട്ടീഷുകാരെ കൂടി തുരത്തണം, ബ്രിട്ടൻ അത് ഈജിപ്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങണമെന്നുള്ള നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലും അബ്ദുൽ നാസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേദികളിൽ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അബ്ദുൽ നാസർ അന്നത്തെ കാലഘട്ടത്ത് സിറിയയ്ക്കുള്ളിലും ഈജിപ്തിൻ്റെ ഉള്ളിലും മാറി മാറി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്രാസംഗികനാണ്. അവിടെ എല്ലാം തന്നെ സൂയസ് കനാലിൻ്റെ പ്രാധാന്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടത്, അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർ അറബ് രാജ്യങ്ങൾക്ക് ചെയ്ത ഇത്തരത്തിലുള്ള ക്രൂരതകൾ, വഞ്ചനകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറിയയിലൊക്കെ വലിയ രീതിയിലുള്ള ജനപ്രവാഹം തന്നെ എത്തിയിരുന്നു ഈ അബ്ദുൽ നാസറിൻ്റെ സ്പീച്ച് ശ്രവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു നേതാവായി തന്നെ അബ്ദുൽ നാസർ വളർന്ന് പന്തലിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അറബ് മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അബ്ദുൽ നാസർ. അപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസിനും അപ്പോഴേ ലൈറ്റ് കത്തി. സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പണി നടക്കാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബ്രിട്ടനും ഫ്രാൻസും കൃത്യമായിട്ടുള്ള അവസരം കാത്തിരുന്നത്. അങ്ങനെ ജൂലൈ 26-ാം തീയതി അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ നഗരത്തിൽ വെച്ചിട്ട് 1956 ജൂലൈ 26-ാം തീയതി അബ്ദുൽ നാസർ പ്രഖ്യാപിക്കുകയാണ് സൂയസ് കനാൽ നാഷണലൈസ് ചെയ്യപ്പെടണം. അതായത് സൂയസ് കനാൽ ഈജിപ്തിനോട് കൂട്ടിച്ചേർക്കപ്പെടേണ്ടതാണ്, അത് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, ഓപ്പൺ പ്രഖ്യാപനം നടത്തുകയാണ്. ഇതിൽ UK മൈൻഡ് ചെയ്തില്ല, ഫ്രാൻസിനെ മൈൻഡ് ചെയ്തില്ല, ഓപ്പൺ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തെ UK-യും ഫ്രാൻസും ഇത് കേട്ടിട്ടുണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ സൈഡിലുള്ള പണി തുടങ്ങി. അപ്പോൾ അവരെങ്ങനെയാണ് പണി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ പാരീസിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് കൂടുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും ഈ സൂയസ് കനാൽ ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കാരണമായിട്ട് പറയുന്നത് ശരിക്കും ഇത് ഗ്ലോബൽ ട്രേഡ് റൂട്ടാണ്, ഇത് ലോകത്തിന് തന്നെ വലിയൊരു ട്രേഡ് റൂട്ടാണ്. അപ്പം ആ ട്രേഡ് റൂട്ടിൽ ഒരു പ്രത്യേക അറബ് രാജ്യം വന്ന് ഇടപെടുന്നത് ഇവർക്ക് താല്പര്യപ്പെട്ടില്ല. കാരണം അവർ നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നീട് ബ്രിട്ടനും അതേപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും അതിൽ യാത്ര ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുൻകരുതലും ഒരു പേടിയുമായിരുന്നു അവർക്ക്. ഇപ്പോൾ സൂയസ് കനാലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂയസ് കനാൽ ഇന്ത്യയെ കോളനിവൽക്കരിക്കുന്ന കാര്യത്തിൽ ഈ 1869 ശേഷം വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. 860 മുതൽ 1947 വരെ നല്ലൊരു ഡ്യൂറേഷനുണ്ട്, 90 ഇയേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ആ ഒരു കാലയളവിൽ ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും മെസ്സേജുകൾ കൈമാറാനും കപ്പൽ വഴി ചരക്ക് നീക്കം നടത്താനും ഇതിനെല്ലാം വളരെ എളുപ്പത്തിൽ ഒരു ഹെൽപ്പിംഗ് റൂട്ടായിരുന്നു. അതായത് നമ്മളെ അടിമപ്പെടുത്താൻ ഒരു ഈസിയസ്റ്റ് റൂട്ടായിരുന്നു സൂയസ് കനാൽ ബ്രിട്ടന്. അതിനു മുമ്പ് മാസക്കണക്കിൽ ആഫ്രിക്ക വഴി ഏതാണ്ട് 9000 കിലോമീറ്റർ ചുറ്റി വരണം ഇന്ത്യയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ UK-യിൽ നിന്നും. ആഫ്രിക്കൻ കോണ്ടിനെന്റ് പൂർണ്ണമായിട്ട് മറികടന്നുകൊണ്ട് മാത്രമേ UK-ക്ക് ഇന്ത്യയിലെത്താൻ പറ്റൂ. ആ സാഹചര്യത്തിൽ വളരെ ഷോർട്ട് കട്ടായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പണ്ടാണെങ്കിൽ മാസക്കണക്കിൽ സമയം വേണമായിരുന്നു. അപ്പം അത്തരത്തിൽ വളരെ ഷോർട്ടായിട്ട് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ട് 1860-കൾ കഴിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ ബ്രിട്ടന് ഒരു സഹായകരമായിട്ടുള്ള റൂട്ടായിട്ട് മാറിയതാണ് സൂയസ് കനാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നത്തെ കാലത്ത് സൂയസ് കനാൽ ഇനോഗ്രേറ്റ് ചെയ്ത ആ ഒരു കാലഘട്ടത്ത് ഇന്ത്യക്ക് അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ ഡേയ്സിൽ ഇറ്റ്സ് ഓക്കെ, അതൊരു വലിയ സഹായം തന്നെയാണ്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. പക്ഷെ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിച്ച് നോക്കണം. അന്ന് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിവൽക്കരണത്തിൽ പെട്ടുകിടക്കുന്ന സാഹചര്യത്തിൽ ഈ ബ്രിട്ടീഷുകാരന്മാർ ശരിക്കും ഇവിടെ വധശിക്ഷ പലർക്കും നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. അതായത് ഈ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് കുറേ ആൾക്കാരെ ഇവർ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്, അവരെ തൂക്കിക്കൊല്ലണം. അപ്പോൾ അതിനുള്ള ഉത്തരവ് ലണ്ടനിൽ നിന്ന് വരണം. അപ്പോൾ അന്ന് ഈ കടലാസ് മാതൃകയിൽ എഴുതി കപ്പലിൽ കൊടുത്തു വിടുകയാണ്. അതിൻ്റെ ഉത്തരവ് തീരുമാനമാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചയക്കുമ്പോഴത്തേക്കും വിതിൻ 2 വീക്സിൽ എത്തുമായിരുന്നു. പണ്ടാണെങ്കിൽ മാസക്കണക്ക് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ 1956 ജൂലൈ 26-ാം തീയതി ഈ അബ്ദുൽ നാസർ സൂയസ് കനാൽ ഇനി ഈജിപ്തിൻ്റെയാണ് എന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ്
ഈ സൂയസ് കനാൽ ക്രൈസിസിന് തുടക്കമാകുന്നത്. അപ്പോൾ ഈ രാജഭരണം ഈജിപ്തിൽ അട്ടിമറിക്കപ്പെട്ട ഉടനെ തന്നെ ഈജിപ്തിൽ കിട്ടിക്കൊണ്ടിരുന്ന വെസ്റ്റേൺ ഫണ്ടുകളെല്ലാം തന്നെ സ്റ്റോപ്പായി. അപ്പോൾ അവിടെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പം അബ്ദുൽ നാസർ എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ സൂയസ് കനാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കാമെന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് അബ്ദുൽ നാസർ ഇത് പിടിച്ചെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഈ അബ്ദുൽ നാസറിനെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ ഈ സൂയസ് കനാലിൻ്റെ കൺട്രോൾ എക്കാലത്തേക്കും നിലനിർത്താം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ജൂലൈയിൽ ഈ പ്രഖ്യാപനം നടത്തിയ ദിവസം മുതൽ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല അന്താരാഷ്ട്ര വേദികളിലും ഇത് ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ചർച്ചകൾ അതിതീവ്രമായിട്ട് നടത്തുകയാണ്. അങ്ങനെ ഒക്ടോബർ 22, 23, 24 ഈ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായിട്ട് പാരീസിൽ വെച്ചിട്ട് ഒരു രഹസ്യ മീറ്റിംഗ് നടത്തുകയാണ്. ഈ രഹസ്യ മീറ്റിങ്ങിന് UK-യും ഫ്രാൻസും വിളിച്ചു കൂട്ടിയത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിനെ ഇവരെന്തുകൊണ്ട് വിളിച്ചു? അപ്പം അവിടേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ കഥ ഇവിടെ വെച്ച് നിർത്തുക, എന്നിട്ട് ഇതിൻ്റെ അടുത്ത വശത്തിലേക്ക് വരിക. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അവിടെ 1948 മെയ് 14 ഇസ്രായേൽ അവരുടെ സ്റ്റേറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ യുദ്ധം തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ നേതൃത്വം വഹിച്ചിരുന്നത് മോഡേൺ ഇസ്രായേലിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മോശെ ദയാൻ. മോശെ ദയാൻ്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പീരിയഡ് 1915 ജനനം, 1981 മരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മോശെ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ. മറ്റൊരു കണ്ണ് സെക്കൻഡ് വേൾഡ് വാറിൽ ലെബനനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ണിൽ പരിക്കേറ്റതാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. അങ്ങനെ ഒരു കണ്ണ് വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ IDF വളരെ ലീഡിങ് പൊസിഷനിൽ IDF നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കമാൻഡറാണ്. അപ്പോൾ 1948 ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈ അറബ് രാജ്യങ്ങൾ മൊത്തം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന സമയത്ത് ആ പട നയിച്ചിരുന്നത്, ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ആ പട നയിച്ചിരുന്നത് ഈ മോശെ ദയാനാണ്. അപ്പോൾ ഈ മോശെ ദയാനും അബ്ദുൽ നാസറിനും ഒരു വാശി ഉള്ളിൽ കിടപ്പുണ്ട്. ഇവർ രണ്ടുപേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ നയിച്ചിരുന്നത്. എങ്ങനെയാണോ അബ്ദുൽ നാസർ ഈജിപ്തിൻ്റെ ഉള്ളിൽ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്, അതേപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ മോശെ ദയാൻ വളരെ ഫേമസ് ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുന്നുണ്ട് ഇസ്രായേൽ. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈജിപ്റ്റ് റഷ്യയെ അപ്രോച്ച് ചെയ്ത് അവർ ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, ടാങ്കുകൾ വരുത്തുന്നുണ്ട്. ഈജിപ്റ്റ് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു റൈവലറിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആർമിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് പൊസിഷനാണ് അന്ന് മോശെ ദയാൻ ഹാൻഡിൽ ചെയ്യുന്നത്. മോശെ ദയാൻ്റെ അടുത്ത് പരാജയപ്പെട്ട അവസ്ഥയിലാണ് അബ്ദുൽ നാസർ അവിടെ ഈജിപ്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ളൊരു വികാരം ഈജിപ്തിലുണ്ട്. ഈജിപ്തിൽ മാത്രമല്ല, ചുറ്റാകെയുള്ള അറബ് രാജ്യങ്ങളിലുണ്ട്. കാരണം അപ്പോഴാണല്ലോ ഇസ്രായേലിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്ന ഈ അറബികളെല്ലാം തന്നെ ഒരു 8 ലക്ഷത്തോളം അറബികൾ വെളിയിൽ പോയി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പോയി താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, ആ രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട്, ജോർദാൻ ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ആ അറബികൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ്, സോൾഡാരിറ്റിയാണ് ഇവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിയാതെ തോറ്റ് അവർ സെറ്റിൽമെൻറ്റുകൾ ഇസ്രായേലിൻ്റെ പുറത്ത് റെഡിയാക്കി ടെൻ്റ് അടിച്ച് അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊരു വൈരാഗ്യം ഇവർക്കുണ്ട്. അതായത് ഒരു കൺഫ്രണ്ടേഷൻ്റെ സാധ്യത ഏത് നേരത്തും ഉരുത്തിരിഞ്ഞ് വന്നേക്കാം ഇസ്രായേലിനും ഈജിപ്തിനും. ആ മാതൃകയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ കുരുട്ടു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ തന്നെ പാരീസ് മീറ്റിംഗിലേക്ക് ക്ഷണിച്ച് വരുത്തുന്നത് UK-യും ഫ്രാൻസും. മനസ്സിലായില്ലേ ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്? അതുകൊണ്ടാണ് ഇവർ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് ഈ വിരുദ്ധന്മാർ ഇസ്രായേലിന് കൊടുത്ത ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ സൂയസ് കനാൽ വരെ കയറി പിടിച്ചോ. അപ്പോൾ ഇസ്രായേൽ പറയുകയാണ് ഞങ്ങൾക്ക് എയർ സുപ്പീരിയോറിറ്റി ഇല്ല. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പാരാട്രൂപ്സിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യാം, പാരാട്രൂപ്സിനെ ഞങ്ങൾ തരാം. ഫ്രാൻസ് പാരാട്രൂപ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഇസ്രായേലി സോൾജേഴ്സിനെ പാരാട്രൂപ്പിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പാരാട്രൂപ്പ് ട്രെയിനിങ് കിട്ടും. ഇസ്രായേൽ ചിന്തിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇസ്രായേൽ ഈ സൂയസ് കനാലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ UK-യും ഫ്രാൻസിനെയും സഹായിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം നമ്മളുടെ ഫോഴ്സിന് പാരാട്രൂപ്പ് ട്രെയിനിങ് കിട്ടുകയാണ്, ഫൈറ്റർ ജെറ്റുകൾ നന്നായിട്ട് പറത്താനുള്ള എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഫ്രാൻസും UK-യും ഉറപ്പ് കൊടുക്കുന്നു. കാരണം ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് എയർ ഡോമിനൻസ് ഇല്ല, അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ ട്രൂപ്പ് മൂവ് ചെയ്യുന്നത്? കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് സൈനായി വരെ കയറി പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈനായി വരെ കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ജേണിയാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് എയർ ഡോമിനൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് സാധ്യമാക്കാൻ പറ്റുന്നത്? അപ്പം ഫ്രാൻസും UK-യും ഉറപ്പ് കൊടുക്കുകയാണ്, UK-യുടെയും ഫ്രാൻസിൻ്റെയും ഫൈറ്റർ ജെറ്റുകൾ നിരന്തരം ആകാശത്തുണ്ടാവും, നിങ്ങൾ ഗ്രൗണ്ട് ട്രൂപ്പിനെ മൂവ് ചെയ്തോളൂ, ഇടയ്ക്കിടയ്ക്ക് പാരാ ട്രൂപ്സിനെയും ഞങ്ങൾ
വിട്ട് സഹായിക്കാം. ഈ പാരാട്രൂപ്സിനെ വിട്ട് സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സൈനായ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മലനിരകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് വിലയിരുത്തിക്കൊണ്ട് ഫ്രീ സ്പേസിലൊക്കെ ഒക്കുപ്പേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ പാരാട്രൂപ്സ് പോകുന്നത് വളരെ സഹായകരമാവും. ഡയറക്റ്റായിട്ട് അവർക്ക് ആ ലാൻഡിൽ തന്നെ ഇറങ്ങാം. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാപ്പ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ UK-യും ഫ്രാൻസും വാഗ്ദാനം നൽകി ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇവിടെ ചീഫ് ഓഫ് സ്റ്റാഫ് മോശെ ദയാനും അവിടുത്തെ അബ്ദുൽ നാസറിനും കൺഫ്രണ്ടേഷന് വേണ്ടിയിട്ട് ഒരു അവസരം കൂടി കിട്ടുകയാണ്. ഓൾറെഡി തോറ്റ അബ്ദുൽ നാസർ ഈ ഒരു അവസരം മുതലാക്കി ഇസ്രായേലിനെ തോൽപ്പിച്ച് എൻ്റെ കഴിവ് തെളിയിക്കണം, എൻ്റെ പവർ വിളിച്ചറിയിക്കണം എന്നുള്ള ആ ഒരു വീറും വാശിയോടുകൂടി അബ്ദുൽ നാസറിൻ്റെ ടീമും അതേ വീറും വാശിയോടുകൂടി എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എക്കാലത്തേക്കും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ മോസിൻ ദയാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഇറങ്ങാണ് യുദ്ധത്തിന്. പക്ഷേ പിന്നിൽ നിന്ന് കളിക്കുന്ന ആരാണ്? UK-യും ഫ്രാൻസും. വിഷയം എന്താണ്? സൂയസ് കനാൽ. ആരാണ് സൂയസ് കനാൽ സ്വന്തമാക്കാൻ പോകുന്നത്? അന്നത്തെ ഈജിപ്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ നാസർ സൂയസ് കനാലിനെ പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അങ്ങനെ 1956 ഒക്ടോബർ 29 ഇസ്രായേൽ സൈനായ് പെനിൻസുലയിലേക്ക് ഇറങ്ങാണ്. ഓപ്പണായിട്ട് അങ്ങ് ഇറങ്ങാണ്. അവർ ശരിക്കും പാരാട്രൂപ്സിനെ കൊണ്ട് മിറ്റ്ല പാസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്കാണ് ആദ്യമായിട്ട് ഇസ്രായേൽ ട്രൂപ്പ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. പാരാട്രൂപ്പ് വഴിയാണ് അവർ ലാൻഡ് ചെയ്യുന്നത്. ഒബിയസ്ലി എയർ സ്പേസിൻ്റെ സപ്പോർട്ട് കൃത്യമായിട്ട് ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് ഫ്രാൻസും UK-യും നൽകുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഒക്ടോബർ 30 1956 കാര്യമാണ്. 30 ഫ്രാൻസും UK-യും ഓപ്പണായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് സൈനായ് മുഴുവനും ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങളോടൊപ്പം ഇസ്രായേലും ഉണ്ട്, സൂയസ് കനാലിൽ നിന്നും ഈജിപ്റ്റ് പിന്മാറണം എന്നുള്ളതാണ് ഇവരുടെ അൾട്ടിമേറ്റം. നെക്സ്റ്റ് ഡേ ഒക്ടോബർ 31 UK-യും ഫ്രാൻസും കൂടി ചേർന്ന് സൈനായ് പ്രൊവിൻസിൽ ഈജിപ്തിൻ്റെ ഏരിയകളിലെല്ലാം തന്നെ ബംബാർട്ട്മെൻറ്റ് നടത്തുകയാണ്, ബോംബിടുകയാണ്. അടുത്ത ഒരാഴ്ചത്തേക്ക് കട്ടയ്ക്ക് ബോംബിട്ട് സ്ഥലങ്ങൾ മൊത്തത്തിൽ കയറി പിടിക്കുകയാണ്. ഇസ്രായേൽ ഏതാണ്ട് സൈനായ് പ്രൊവിൻസ് സൂയസ് കനാലിൻ്റെ ഒരു 5 കിലോമീറ്ററിൻ്റെ ഇപ്പുറം വരെ എത്തി നിൽക്കുകയാണ്. പരമാവധി സൂയസ് കനാലിൻ്റെ മേജർ ഏരിയ എല്ലാം തന്നെ ഈ 3 പേരുടെയും കൺട്രോളിൽ വന്നു കഴിഞ്ഞു. UK-യുടെയും ഫ്രാൻസിൻ്റെയും ഇസ്രായേലിൻ്റെയും കൺട്രോളിൽ വന്നു കഴിഞ്ഞു. അമേരിക്കയുടെയും റഷ്യയുടെയും പ്രഷർ വരികയാണ്. ഇവർ രണ്ടുപേരും അന്ന് കോൾഡ് വാർ നടത്തിക്കൊണ്ടിരുന്നൊരു സമയമാണ്. അവർക്ക് രണ്ടുപേർക്കും തന്നെ ആക്റ്റീവായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റഷ്യയും യുദ്ധത്തിന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ അമേരിക്കയും ഇസ്രായേലിനെയും UK-യും ഫ്രാൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും ശക്തമായിട്ടുള്ള രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്തതിനെ തുടർന്ന് ഇവർക്ക് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പം ഈ റഷ്യയും അമേരിക്കയും അന്നത്തെ സൂപ്പർ പവറുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടേ പറ്റൂ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ 2 മാസം യുദ്ധം നടത്തി 1956 ഡിസംബർ മാസം ഫ്രാൻസും UK-യും ഇസ്രായേലും അടങ്ങുന്ന ഈ ഒരു ടീം ഇവർ വിഡ്രോ ചെയ്യാണ്. ഫ്രാൻസും UK-യും ആദ്യം വിഡ്രോ ചെയ്തു. ഇസ്രായേൽ 1957 മാർച്ച് മാസം വരെ ഇസ്രായേൽ സൈനായ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. സൂയസ് കനാലിൻ്റെ ഭാഗത്തു നിന്ന് അവർ പിന്മാറി. പക്ഷേ സൈനായ് പ്രൊവിൻസ് ഇസ്രായേലിൻ്റെ കൺട്രോളിൽ തന്നെ ഉണ്ടായിരുന്നു. മാർച്ച് മാസം വരെ 1957 മാർച്ച് മാസം വരെ ഇസ്രായേലിൻ്റെ കൺട്രോളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് US-ൻ്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇടപെട്ടിട്ട് പറയുകയാണ് ഇസ്രായേൽ ഓൾറെഡി ഇവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് വെസ്റ്റ് ബാങ്ക് ജോർദാന് വേണ്ടിയിട്ടും ഗാസ ഈജിപ്തിൻ്റെ കൺട്രോളിലും എന്നുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ എഗ്രിമെൻറ്റിൻ്റെ വയലേഷനാണ്. സോ ഇസ്രായേൽ പിന്മാറണം എന്നുള്ള പ്രഷർ UN-ൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേൽ സൈനായിൽ നിന്നും പിന്മാറുകയാണ്. അങ്ങനെ UN ഒരു റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ പ്രപ്പോസലിൽ ഈജിപ്റ്റ് സൂയസ് കനാലിൻ്റെ റൈറ്റ് കൈവശം വയ്ക്കാം, കുഴപ്പമില്ല, കാരണം ആ സ്ഥലം അവരുടെയാണ്, അങ്ങനെയുള്ള രീതിയിൽ അത് അവർക്ക് കൈവശം വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷണൽ റൈറ്റ് UN-ൻ്റെ കീഴിലായിരിക്കും. ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ കൺട്രോൾ, റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ്റെ കൺട്രോൾ UN-ന് സ്വന്തമായിരിക്കും. ഇങ്ങനെ വെച്ചുകൊണ്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതിക്കൊണ്ട് ഈ യുദ്ധത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് UN. അപ്പോൾ ഈ യുദ്ധത്തിലും ജമാൽ അബ്ദുൽ നാസർ അയാൾക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും മോശെ സാദെ വിജയിക്കുകയാണ് ചെയ്തത്. ഇത് വീണ്ടും അയാളുടെ ഉള്ളിലേക്ക് ഒരു തീവ്ര നിലപാട്, ഒരു അടങ്ങാത്ത പക, ഇതെല്ലാം തന്നെ അബ്ദുൽ നാസറിനുണ്ടാകുന്നുണ്ട്. അബ്ദുൽ നാസർ ആണെന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറാണ്. അറബ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ജെറുസലേമിൽ വന്നിട്ട് അത്താഴം വരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് വീണ്ടും അബ്ദുൽ നാസർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, അബ്ദുൽ നാസർ ജനറൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റ് പൊസിഷനിലുള്ള അയാളെ മാറ്റിയിട്ട് ഇയാൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായിട്ട് മാറുകയാണ് അബ്ദുൽ നാസർ. അത് കഴിഞ്ഞിട്ട് സിറിയയും ഈജിപ്തും കൂടി ഒരു വിഷയം തീരുമാനിക്കുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ ആരും അത്ര
എളുപ്പത്തിൽ ഈസി ആയിട്ട് നോട്ടീസ് ചെയ്ത് പോകുന്നൊരു വിഷയമല്ല. പക്ഷെ ഇവിടെ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈജിപ്തും സിറിയയും കൂടി ചേർന്നിട്ട് മെർജ് ചെയ്ത് ഒരു ഒറ്റ രാജ്യമായിട്ട് മാറുകയാണ്. ആ രാജ്യത്തിൻ്റെ പേര് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക്. 1958 ഫെബ്രുവരി 1 ഇത് ഈ രാജ്യം ഫോം ചെയ്യുന്നത്. ഈജിപ്ത് എന്നോ അല്ലെങ്കിൽ സിറിയ എന്നോ അല്ല വിളിച്ചിരുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും ഫ്ലാഗ് വേണ്ടാന്ന് വെച്ചു, ഉപേക്ഷിച്ചു. രണ്ട് രാജ്യങ്ങളുടെ പേര് ഉപേക്ഷിച്ചു. എന്നിട്ടാണ് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ പേര് കൊടുത്തത്. ഒരെണ്ണം നോർത്തേൺ അറബ് റിപ്പബ്ലിക് എന്നും മറ്റൊന്ന് സൗത്ത് അറബ് റിപ്പബ്ലിക് എന്നുമാണ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ച് ഇവർ പേര് നൽകിയിരുന്നത്. അതിൻ്റെ തലസ്ഥാനം കെയ്റോ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇതിൻ്റെ എക്കോണമി, ഇവരുടെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ്, രണ്ട് രാജ്യങ്ങളും തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പൊരുത്തക്കേട്, ഇതെല്ലാം തന്നെ ഇവരെ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു. അപ്പോൾ അതുകൊണ്ട് സിറിയ വളരെ മുന്നേ കൂട്ടി തന്നെ ഈ യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക്കിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും ഈജിപ്റ്റ് ഒറ്റയ്ക്ക് ഞങ്ങളാണ് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഫ്ലാഗും വെച്ച് കുറേ കാലം കൂടി അവർ മുന്നോട്ട് പോയി. പിന്നെ ഒരു സെപ്റ്റംബർ 28 1961 ഈജിപ്റ്റും ഈ യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക്കിനെ മാറ്റിക്കൊണ്ട് അവർ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ പഴയ പേരിലേക്ക് തന്നെ തിരികെ വരികയാണ് ചെയ്തത്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യം ഓർഗനൈസ് ചെയ്തത്? ഇവർ ഓർഗനൈസ് ചെയ്തത് ഇസ്രായേലിനെതിരെയാണ്. ഇസ്രായേലിനെ അവിടെ നിന്ന് എടുത്ത് നീക്കണം. 1948 ഫോം ചെയ്ത ഒരു രാജ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെ ഭൂമുഖത്ത് തന്നെ തുടച്ച് നീക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ എത്ര തവണയാണ് ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ, ഈ ചുറ്റാകെ കിടക്കുന്ന ഈ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് എത്ര തവണ ശ്രമിച്ചതാണ്. എന്നിട്ട് നടന്നില്ല. ഇപ്പോഴും ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പാലസ്തീനിലൊഴികെ ലോകത്തുള്ള പല രാജ്യങ്ങളിലും പോയിട്ട് ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അവിടെ സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ 1956 സൂയസ് കനാൽ ക്രൈസിസ് 1967 6 ഡേയ്സ് വാറിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. അവിടെ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ നല്ല രീതിയിൽ കൊമ്പ് കോർത്ത് ജമാൽ അബ്ദുൽ നാസർ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. പിന്നീട് അങ്ങനെ 1957 മുതൽ 1966 വരെ ഈ ബോർഡർ ക്ലാഷ് ഇങ്ങനെ തന്നെ തുടർന്നു. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറ്, അടി, വഴക്ക്, തിരിച്ചടി, ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. 1967 മെയ് മാസം UN പീസ് കീപ്പിംഗ് മിഷനെ സൂയസ് കനാലിൽ നിന്നും എക്സ്പെൽ ചെയ്യുകയാണ് ഈജിപ്റ്റ്. അന്ന് ഇതേ UN ആണ് മീഡിയേഷന് വന്നിട്ട് UK-യെയും ഫ്രാൻസിനെയും ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. ഇപ്പം ആ ഒഴിവാക്കിയ UN പീസ് കീപ്പിംഗ് മിഷനെ തന്നെ സൂയസ് കനാലിൽ നിന്നും ഈജിപ്റ്റ് എടുത്ത് കളയുകയാണ് ചെയ്തത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഈജിപ്തും സിറിയയും ജോർദാനും കൂടി മിലിറ്ററി അലയൻസ് ഉണ്ടാക്കുകയാണ്. എന്നിട്ടാണ് ജൂൺ 12 1967 ഇസ്രായേലിൻ്റെ മേലിൽ യുദ്ധപ്രഖ്യാപനം നടത്തി കാത്തിരുന്നത്. അവിടെയാണ് ജൂൺ 5 തന്നെ ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി ആ യുദ്ധത്തിനെ 6 ദിവസം കൊണ്ട് പരാജയപ്പെടുത്തി ചരിത്രത്തിൽ 6 ഡേയ്സ് വാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടുള്ള ആ ഒരു യുദ്ധം എക്കാലത്തേക്കും പല രാജ്യങ്ങളും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു 6 ദിവസത്തെ വാർ, 6 ഡേയ്സ് വാർ നടത്തിയത് ഇസ്രായേൽ. ഈ 6 ഡേയ്സ് വാറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ സീരീസിൽ നോക്കുന്നതിൽ ഇത് 4ാമത്തെ വീഡിയോ ആണ്. സോ 3 വീഡിയോകൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ സീരീസ് ഓഫ് വീഡിയോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.